നെയ്റോബി പട്ടണത്തിനടുത്ത് മൊളൊളൊക്കോയിൽ നോഹയുടെ പേടക മാതൃകയിൽ പണിതുയർത്തപ്പെട്ട സെന്റ് വെറോനിക്ക ദേവാലയത്തിൻ്റെ രൂപീകരണത്തിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആദ്യമായി രൂപമെടുത്ത ചെറിയ ക്രിസ്ത്യൻ സമൂഹം അവരൊത്തുകൂടി ദിവ്യബലി അർപ്പിച്ചിരുന്നത് CMI വൈദികരാൽ ആരംഭിച്ച മൗണ്ട് സിനായ് സ്കൂളിലാണ്. ഈ വിദ്യാലയത്തിൻ്റെ വിശേഷങ്ങളോടൊപ്പം ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ഹോളി ഫാമിലി സന്യാസ സമൂഹത്തോടൊപ്പമാണിന്ന് നമ്മളായിരിക്കുന്നത്. സൊക്കിമാവ് നൈറോബി പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന നല്ല ഒരു സ്കൂളാണ് മൗണ്ട് സിനായ് CMI സ്കൂൾ. ഇപ്പോൾ 560ഓളം വിദ്യാർത്ഥിനികൾ ഇവിടെ പഠിക്കുന്നു. ബോർഡിംഗ് ആൻഡ് ഡേ സ്കൂളാണ്. സ്കൂളിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നത് ഇപ്പോൾ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അജിത് പുലോക്കാരൻ. നെയ്റോബി സിറ്റിയുടെ പ്രാന്തപ്രദേശമായ മൊളൊളൊങ്കോയിൽ പുതുതലമുറയെ അറിവ് പകർന്ന് പാകപ്പെടുത്താൻ മച്ചാക്കോസ് രൂപത ബിഷപ്പാണ് CMI സഭയ്ക്ക് സ്കൂളിനു വേണ്ടി സ്ഥലം നൽകിയത്. ഡേവി കാവുങ്കൽ CMI ആയിരുന്നു ഈ വിദ്യാലയത്തിൻ്റെ പടുത്തുയർത്തലിൻ്റെ പിന്നിൽ മുഖ്യ പങ്ക് വഹിച്ച മിഷണറി. ഇപ്പോൾ CMI സന്യാസ സഭ അധികാരികൾ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനാണ് ഈ ബോർഡിംഗ് സ്കൂളിൻ്റെ ഭരണനിർവഹണ ചുമതല നൽകിയിരിക്കുന്നത്. അപരിഷ്കൃതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൽ നിന്ന് ലഭിക്കുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഇവരെ സംസ്കാരചിത്തരാക്കുന്നു. ഗോത്രത്തിൻ്റെ അകൽച്ചകളില്ലാതെ, മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ ജീവിക്കാൻ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികൾ പരിശീലിക്കുന്നു. ഞങ്ങൾ ഹോളി ഫാമിലി സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ ഇവിടെ വന്നത് CMI അച്ഛന്മാർ വഴിയായിട്ടാണ്. ഞങ്ങളുടെ പ്രത്യേക കാരിസം എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷിതത്വമാണ്. ഞങ്ങൾ ഇവിടെ കുടുംബ പ്രേക്ഷിതത്വം ചെയ്യുന്നത് അച്ഛന്മാർ ഞങ്ങൾക്കായി തന്ന ഈ സ്കൂളിലെ കുട്ടികളിലൂടെയാണ്. ഈ മൗണ്ട് സിനായ് CMI സ്കൂൾ എന്ന് പറയുന്നത് അച്ഛന്മാരും ബ്രദേഴ്സും കുട്ടികളും സ്റ്റാഫ് മെമ്പേഴ്സും മാതാപിതാക്കളും അടങ്ങുന്ന വലിയൊരു കൂട്ടായ്മയാണ്. ഞങ്ങളുടെ കാരിസം കുടുംബ പ്രേക്ഷിതത്വം എന്ന ആ ദൗത്യം ഈ കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് കുടുംബങ്ങളിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും വേദനകളും ഈശോയുമായിട്ട് പങ്കുവയ്ക്കുകയും ഈശോയുടെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരികയും എന്ന ആ ദൗത്യമാണ് ഞങ്ങൾ ഇവിടെ നൽകുന്ന വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കുന്നത്. നമ്മുടെ മിഷണറിമാരിലൂടെ വിശ്വാസ മൂല്യങ്ങൾ പരിശീലിക്കുന്ന മതബോധനം ഇവിടുത്തെ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. മാനസികമായ പിന്തുണയും ഊർജ്ജസ്വലതയും നൽകുന്ന കൗൺസിലിംഗ് സൗകര്യവും
അനേകം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. An institution where we offer quality education and nurture the skills and talents of a child. The teachers here are quite knowledgeable, catering for each child's individual needs. The administration is very supportive, therefore making work easier for us. St. Chavara is really a place to be. Come one, come all. അപരിഷ്കൃത സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന കുട്ടികൾക്ക് അറിവ് പകരാൻ, അവരെ ഉത്തമരായി തീർക്കാൻ തദ്ദേശീയ അധ്യാപകർ മിഷണറി സ്കൂളുകൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. ക്ലാസ് മുറികളിൽ അറിവ് വിനിമയം ചെയ്യുന്നവർ എന്നതിനപ്പുറം കുട്ടികളുമായി സജീവ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നവരാണിവർ. പഠിപ്പിക്കുക മാത്രമല്ല, ജീവിതത്തിന് ദിശാബോധവും പ്രചോദനവും പ്രോത്സാഹനവും നൽകുക എന്നത് തങ്ങളുടെ ദൗത്യത്തിൻ്റെ ഭാഗമെന്ന് കരുതുന്നവരുമായ ഈ അധ്യാപകർ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ഈ കുട്ടികളിൽ ഒരു 80% കുട്ടികളും കുടുംബങ്ങളിൽ ഒട്ടും സ്നേഹമില്ലാതെ, മാതാപിതാക്കളുടെ സ്നേഹമില്ലാതെ വേദനിച്ച് വിഷമിച്ച് കഴിയുന്ന കുട്ടികളാണ്. ആ കുട്ടികളിൽ പലവിധത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം അവരുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്കും വേണ്ട എല്ലാവിധ സ്പിരിച്വൽ ആനിമേഷനും ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരെ കൗദാശിക ജീവിതത്തിലേക്ക് ഞങ്ങൾ ഓരോ ദിവസവും നയിച്ചുകൊണ്ട് ഈശോയുടെ മുഖം അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്ന പണി. മൗണ്ട് സീനായ് സ്കൂളിൻ്റെ അടുക്കളയിൽ ജോലിക്കാരോടൊപ്പം സന്തോഷത്തോടെ ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് സിസ്റ്റർ രശ്മിയാണ്. അപ്പോൾ 600 കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് ഇത് പാകം ചെയ്തേക്കണത്. ഇത് ചോറാണ്, പിന്നെ ഇവിടെ കറി അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ എന്നെ സഹായിക്കാനായിട്ട് 3 പേരുണ്ട്. ഇത് പീറ്റർ, ദെൻ ജെയിൻ, ദെൻ ഡേവിഡ്. അറുന്നൂറോളം വരുന്ന സ്കൂളിലെ താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമ്മയെപ്പോലെ ഭക്ഷണം ഒരുക്കി വിളമ്പി നൽകുന്ന ഈ സന്യാസിനി വാർദ്ധക്യത്തിലും ഇത്ര ഊർജ്ജസ്വലതയോടെ സേവനനിരതയായിരിക്കുന്നത് ഈശോയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. വാക്കിലും പ്രവൃത്തിയിലും ആ ഈശോയെ തന്നെയാണ് ഇവരിവിടെ പ്രതിഫലിപ്പിക്കുന്നതും. തനിക്ക് ലഭിച്ച വിളി സ്വീകരിച്ച് വിശ്വസ്തയോടെ ജീവിച്ച് സന്യാസം ആഘോഷമാക്കുന്ന സന്യാസിനികളിൽ ഈ അടുത്ത കാലത്ത് കെനിയൻ മിഷന്റെ ഭാഗമായി ഇവിടേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് സിസ്റ്റർ അനുഷ. ഞാനിവിടെ മൗണ്ട് സിനായ് CMI സ്കൂളിലെ പ്രീ പ്രൈമറി ബ്ലോക്കിലെ ഹെഡ് ടീച്ചറാണ്. എൻ്റെ പേര് സിസ്റ്റർ അനുഷ. ഞാൻ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ ഒരു മെമ്പറാണ്. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞാൽ, എനിക്ക് ചെറുപ്പം മുതലേ സിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ 2 കസിൻ സിസ്റ്റേഴ്സ് സമരിറ്റൻ കോൺഗ്രിഗേഷനിലെ മെമ്പേഴ്സാണ്. അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. അതെല്ലാം കേട്ട് എപ്പോഴും വിചാരിക്കാറുണ്ട്, ഒരു സിസ്റ്റർ ആവണം, സഹായിക്കണം, പാവങ്ങളെ സഹായിക്കണം, പിന്നെ കുഷ്ഠരോഗികളെ സഹായിക്കണം. ഇതൊക്കെയായിരുന്നു ഒരു വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നത്. പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയും അനുജത്തിയൊക്കെയായി ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറ് എങ്ങനെയാണ് പാവങ്ങളെ സഹായിക്കേണ്ടത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു സിംഗിൾ ലൈഫ് ലീഡ് ചെയ്ത് എന്തെങ്കിലും ജോലി ചെയ്ത് ആ കിട്ടുന്ന വരുമാനത്തിൽ ഇവരെ സഹായിക്കാൻ നമുക്ക്. ഇതിനെപ്പറ്റി എപ്പോഴും ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലാണ്. ആ നേരത്ത് എനിക്കൊരു ഡ്രീം ഉണ്ടായി. ആ ഡ്രീമിൽ ഞാൻ കാണുന്നത്, ഞാനൊരു നേരോ റോഡിൽ കൂടെ ഞാൻ നടന്നു പോകുന്നതാണ്. അതിൻ്റെ ഇരുവശത്തും കുറേ പാവപ്പെട്ട ആൾക്കാർ കിടക്കുന്നു. കുട്ടികളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. അവരെല്ലാവരും വിശക്കുന്നു, ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും തായോ, ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞ്. പക്ഷേ ഇതെനിക്കൊരു അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ 2 ചെവി ഞാൻ പൊത്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ എത്ര ഓടിപ്പോയാലും ആ റോഡ് ഒരു എൻഡിൽ ഞാൻ എത്തുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു സൗണ്ട് ഞാൻ കേട്ടത്, അവരെ പോയി സഹായിക്കുക.
അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ വേർത്തിരുന്നു. പിന്നെ അതൊരു സ്വപ്നമാണെന്ന് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. അതൊരു സ്വപ്നമല്ല, അത് ശരിക്കല്ലല്ലോ. അപ്പോൾ അത് ആ സമാധാനത്തിൽ ഞാൻ വീണ്ടും കിടന്നു. പക്ഷേ ഞാൻ കിടന്നൊന്ന് മയക്കത്തിൽ ചെന്നപ്പോൾ തന്നെ വീണ്ടും ഇതേ ഒരു സ്വപ്നം തന്നെ വീണ്ടും ആവർത്തിച്ചു. പിന്നെ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഞാൻ ആകെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പിന്നെ കാലത്ത് എഴുന്നേറ്റ് ഞാനിതെൻ്റെ ചേച്ചിയോടും അനുജത്തിയോടും പിന്നെ എൻ്റെ മമ്മിയോടും ഞാൻ ഷെയർ ചെയ്യായിരുന്നു. ഇങ്ങനെ ഒരു ഡ്രീം എനിക്കുണ്ടായി, എന്താണെന്ന് അറിയില്ല, അതെന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, നമ്മളെന്തായാലും സിംഗിൾ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നിനക്ക് എന്തോ ഒരു പ്രത്യേക ഒരു വിളിയുണ്ട്. ആ കാരണം അത് മിക്കതും ഒരു സിസ്റ്റർ ആവാനുള്ള വിളിയായിരിക്കും എന്ന് പറഞ്ഞു. ഇതെന്നെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ചെറുപ്പത്തിലെ ആഗ്രഹം വീണ്ടും കടന്നു വന്നു. എങ്കിലും ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിന് പോകാൻ ഇടവന്നത്. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായി ദൈവത്തിൻ്റെ. പിന്നെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഒരു ഹോളി ഫാമിലിയെ ശരിക്കും ഞാൻ നേരിട്ട് കണ്ടു. ഉണ്ണീശോയും മാതാവും ഔസേപ്പിതാവിനും ഞാൻ നേരിട്ട് ആ ഒരു വിഷനിൽ ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് ആ നേരത്ത് അതിനുള്ള അർത്ഥമൊന്നും അറിയില്ല. പക്ഷെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അവിടെ വെച്ച് ഞാൻ പ്രോമിസ് ചെയ്തു, ഞാൻ എൻ്റെ 10th കഴിയുമ്പോൾ ഒരു സിസ്റ്റർ ആവാൻ പോകും. പിന്നെ ഫോർമേഷനിലായിരിക്കുമ്പോഴാണ് ഞാൻ സെൻറ്റ് ബക്കീത്തയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഫ്രിക്കയെക്കുറിച്ച് ആഫ്രിക്കയ്ക്ക് വരണം, അവിടെ ചെന്ന് മിഷൻ പ്രവർത്തനം ചെയ്യണം എന്നുള്ള ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് ഫോർമേഷനിലാണ്, പിന്നെ സിസ്റ്ററായി, അങ്ങനെയൊക്കെ ആയി നിന്ന് ദൈവത്തിൻ്റെ ഒരു സമയമായെന്ന് തന്നെ പറയാം. ഞാനിവിടെ മണ്ണുത്തി ജനറലേറ്റിലായിരിക്കുന്ന CMIയിലായിരിക്കുന്ന മദർ ജനറൽ എന്നോട് ചോദിക്കുന്നത്, നിനക്ക് ആഫ്രിക്കയ്ക്ക് പോകാൻ താല്പര്യമുണ്ടോ? അവിടെ CMIക്കാരുടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രീ പ്രൈമറി ബ്ലോക്കിൻ്റെ ചാർജായിട്ടും അതേസമയം അവിടുത്തെ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഉടനടി ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് താല്പര്യമാണ്, ഞാൻ റെഡിയാണ് പോകാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഇവിടെ കുട്ടികളുടെ ഇടയിലാണ് എനിക്ക് മിക്ക സമയത്ത് ഞാൻ ചെലവഴിക്കുന്നത്. എൻ്റെ ജോലിയുടെ ഭാഗമായി പ്ലേ ഗ്രൂപ്പ് തൊട്ട് 3ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ഞാൻ കെയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ക്ലാസ്സുകൾ എടുത്തും പിന്നെ മോറൽ തോട്ട്സ് കൊടുത്തും ഈവൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ കൗൺസിലിംഗ് കൊടുത്തും ഞാനിവിടെ സേവനമനുഷ്ഠിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈശോയെ പറ്റി കൂടുതൽ പറഞ്ഞു കൊടുക്കാനും പിന്നെ മോറൽ വാല്യൂസ് അവരിലേക്ക് ഇട്ടുകൊടുക്കുവാനുമാണ് ഞാൻ കൂടുതൽ പരിശ്രമിക്കുന്നത്. കുഞ്ഞു കുട്ടികളിലേക്ക് നമ്മൾ എത്രത്തോളം ഇട്ടുകൊടുക്കുന്നു അത് ഒരു നിധി പോലെ അത് ഇരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഒപ്പം വർക്ക് ചെയ്യണത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്, കുട്ടികളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി മുന്നേറുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരോടും ഞാൻ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നു. എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും കുറേ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അധ്യയനകാലത്ത് സ്വാംശീകരിക്കപ്പെടുന്നത് അനന്തരം സംസ്കാരമായും ഉത്തമ മൂല്യങ്ങളായും സ്വഭാവ മഹിമയായും എല്ലാം പരിണമിക്കപ്പെടുന്നു എന്നത് ഒരു സത്യമാണ്. CMI സഭാസ്ഥാപകനായ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് കെനിയയിലുള്ള നമ്മുടെ എല്ലാ സ്കൂളുകളും ചാവറ പിതാവിൻ്റെ ആദർശത്തിലാണ് മുന്നേറുക. ദേവാലയങ്ങളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ വിദ്യ പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ആധ്യാത്മികമായ വളർച്ചയും പ്രദാനം ചെയ്യാൻ നാം പരിശ്രമിക്കുന്നു. എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ വിത്ത് ക്യാരക്ടർ ഫോർമേഷൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആൻഡ് ഫോർ ദ ഗ്രോത്ത്
of the students. Odinga filed a petition. വിദ്യാരംഭം മുതൽ പഠനമുറികളിലും വിനോദങ്ങളിലുമെല്ലാം മാനസികവും കായികവുമായ വികാസത്തിന് വേണ്ട പരിശീലനങ്ങൾ അതുകൊണ്ട് തന്നെ മിഷണറിമാർ ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ വളരെ കൃത്യതയോടെ ഒരുക്കിയിരിക്കുന്നു. ഇതെല്ലാം ഭാവിയിൽ ആരോഗ്യമുള്ള നല്ല സംസ്കാരത്തിൻ്റെ ഉടമകളായി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. ആഴ്ചയിൽ 3 ദിവസം എല്ലാ വിദ്യാർത്ഥികളോടും ചേർന്നുകൊണ്ട്, എല്ലാ അധ്യാപികമാരോടും ചേർന്നുകൊണ്ട് നാം ബലിയർപ്പിക്കുന്നു. ബലിയർപ്പണത്തിന് മുൻപ് കുമ്പസാരിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ വർഷത്തിൽ 1 പ്രാവശ്യം കുട്ടികളെ ഒരുക്കി മാമോദിസ സ്വീകരിക്കുന്നതിനും ദിവ്യകാരുണ്യം കൈക്കൊള്ളുന്നതിനുമുള്ള പദ്ധതികൾ നമ്മുടെ എല്ലാ CMI സ്കൂളുകളിലും, പ്രത്യേകിച്ച് മൗണ്ട് സിനായ് CMI സ്കൂളിൽ നടപ്പാക്കി വരുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് യാതൊന്നിനും കുറവില്ല എന്ന ആ ദിവ്യവചനത്തിൻ്റെ അനന്തമായ അഭിഷേകവും കൃപയും അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഈ മിഷൻ തുടരുന്നത്. മിഷണറി സന്യസ്തരുടെ നിസ്വാർത്ഥതയും കഠിനാധ്വാനവും ജീവിതകാലത്ത് സുന്ദര മുഹൂർത്തങ്ങൾ കുറിക്കുവാൻ ഈ സ്കൂളിലെ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഈ സീനായിൽ നിന്നും ലഭിച്ച അറിവിൻ്റെ പ്രമാണങ്ങൾ ഏറ്റുവാങ്ങി തലമുറകൾ ഇവിടെ ഐശ്വര്യത്തിൻ്റെ ഭാവി കാലത്തേക്ക് ചുവടുവെച്ച് നീങ്ങുന്നു. അറിവ് എന്ന മൂല്യധനത്തിൻ ഉടമകളാകാൻ കെനിയൻ മണ്ണിലെ നിഷ്കളങ്ക ബാല്യങ്ങൾ ചുവടുവെക്കുന്നതിന് പിന്നിൽ വലിയ പ്രചോദനമാകുന്നത് എന്ത് എന്നന്വേഷിക്കുന്നവർ ചെന്നു നിൽക്കുക ത്യാഗത്താൽ സാക്ഷ്യജീവിതം തീർക്കുന്ന മിഷണറിമാരുടെ അരികിലാണ്. കെനിയൻ മണ്ണിലെത്തിയ മിഷൻ സമൂഹങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യത്തിന് തെളിവായി അനേകം വിദ്യാലയങ്ങൾ ഇന്നിവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അനവധി മലയാളി മിഷണറി സമൂഹങ്ങൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ മലയാളികളുടെ സംഭാവന ഇവിടുത്തുകാർക്ക് ഏറെ വിലപ്പെട്ടതാണ്.